ഖുർആൻ പാരായണത്തിന് വേണ്ടി അറബി അക്ഷരങ്ങൾ പഠിച്ചാൽ പരിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്യാം, അറബി സംസാരിക്കാനും പറ്റും. അറബി സംസാരിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാലോ ആ സംസാരം മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഖുർആൻ ഓതാൻ വേണ്ടി അല്ലേ? അക്ഷരങ്ങളെ മൂന്നായിട്ട് തിരിക്കും. ഒന്ന് മദ്ദില്ലാത്തത്, രണ്ടാമത്തതോ ചെറിയ മദ്ദുള്ളത്, മൂന്നാമത്തതോ വലിയ മദ്ദുള്ളത്. അതായത് നമ്മൾ അക്ഷരങ്ങളെ പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? ആദ്യമായി അള്ളാഹു വിളിച്ച 14 അക്ഷരങ്ങളുണ്ട്. അള്ളാഹു വിളിച്ച അക്ഷരങ്ങൾ, ആ 14 അക്ഷരത്തിൽ നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് നമുക്ക് 14 അക്ഷരത്തിൽ തുടങ്ങാം അല്ലേ? അപ്പൊ അള്ളാഹു വിളിച്ച 14 അക്ഷരങ്ങളിൽ ഒന്നാമത്തെ അക്ഷരം ഏതാണ്? അലിഫാണ്. എന്താണ്? അലിഫ്. ഇതല്ലേ അലിഫല്ലേ? അല്ലെ? അലിഫ് നമ്മൾ തമിഴിൽ നിന്ന് താഴോട്ടായിരുന്നു അല്ലേ? ഒന്നുപോലെ നമ്മൾ ഇട്ട് ഒരു വര വരച്ചാൽ എന്തായി മാറി? അലിഫായി. ഈ അലിഫ് എന്ന് പറയുന്ന അക്ഷരത്തെ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും, ആ ലി ഫ് അല്ലേ? അലിഫ്. എങ്ങനെ? ഇത് ചിലര് പറയുമ്പോ എങ്ങനെ പറയും? ഇങ്ങനെ പറയും, അലീഫ് എന്ന് പറയും. എങ്ങനെ പറയും? അലീഫ്. ഒരല്പം നീളം വന്നു. വരാൻ പാടുണ്ടോ? പാടില്ല. ഇനി എങ്ങനെ തന്നെ പറയണം? അലിഫ്. അലിഫിന് ഫത്തഹിട്ട എന്തായി മാറി? ആ. ഈ അറബി ഭാഷ എളുപ്പമാണെന്ന് ഒരാൾക്ക് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം. 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ? എന്ത് പറഞ്ഞു കൊടുക്കാം? ലോക ഭാഷയിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഏതാണ്? അറബിയാണെന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ പറഞ്ഞു കൊടുക്കാം നമുക്ക്? ഇത് നോക്കിക്കോ, ഇതെങ്ങനെ എഴുതിയത്? ആണല്ലയോ? ഇപ്പൊ നമ്മളൊരു അറബിയെ കൊണ്ടുവരിക, അല്ല ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുവരിക. എന്തിനാ? നമ്മുടെ ഭാഷയൊന്ന് പഠിപ്പിക്കാൻ. നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം. എന്തുകൊണ്ട് നമ്മൾ മലയാളിയായി? നമ്മുടെ ഉമ്മ മലയാളിയായുണ്ട്. നമ്മുടെ ഉമ്മ ഇംഗ്ലീഷുകാരിയായിരുന്നു, നമ്മൾ ആരായനെ? ഇംഗ്ലീഷുകാരിയാണ്. നമ്മുടെ ഉമ്മ അറബിയായിരുന്നെങ്കിൽ ആരായനെ? നമ്മൾ അറബിയായനെ. പക്ഷെ നമ്മളിപ്പോ എന്താണ്? മലയാളിയാണ്. മലയാളത്തിലെ ഈ ഒന്ന് എഴുതിപ്പിക്കാൻ അറബിയെ കൊണ്ട് എഴുതിപ്പിക്കുക എത്ര സമയം എടുക്കും? അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനെ കൊണ്ട് എഴുതിപ്പിക്കുക. ഏതാ എഴുതുന്നത് നമ്മള്? അപ്പൊ നോക്കേ, എളുപ്പം ഏതാണ്? കണ്ടോ? ലോക ഭാഷയായ അറബി, പരിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയായ അറബി, സ്വർഗത്തിലെ ഭാഷയായ അറബിയിലെ അക്ഷരങ്ങളാണ് പഠിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു പ്രായത്തിലെ നമ്മൾ മക്കളെ ഹിഫ്ദിന് വിട്ടാൽ, ഖുർആൻ കാണാൻ പഠിക്കാൻ വിട്ടാൽ എന്തായി മാറും? ഹാഫിളായി മാറും. ഈ പറയുന്ന നമുക്കിപ്പോ ഏകദേശം 60, 65, 70 വയസ്സിന് അടുത്തുള്ളവരാ. ഖുർആൻ പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കും. പഠിക്കണമെന്ന് വെച്ചാൽ എന്താകും? പഠിക്കും. നമുക്കതിന്റെ തെളിവാണ് ചെറിയ മക്കളെ എന്താക്കും നമ്മൾ? ഖുർആൻ പാരായണത്തിൽ വിട്ടാൽ പെട്ടെന്ന് പഠിച്ചു. അപ്പൊ എന്തായി മാറിയത്? കണ്ടോ? അപ്പം അലിഫിനെ എങ്ങനെ ഉച്ചരിക്കണം? അലിഫ്. അലിഫ്. അപ്പൊ ഇതിനകത്ത് എന്ത് മനസ്സിലാക്കാം? ഇതേപോലെ നീട്ടത്തില്ല അല്ലേ? അപ്പം എങ്ങനെ അലിഫ്? അലിഫുന്ന് പോലും പറയാൻ പാടില്ല. എങ്ങനെ? ഇതെന്താണ്? അലിഫുൻ. അങ്ങനെയും പഠിപ്പിക്കരുത്. പിന്നെ എങ്ങനെ തന്നെ പറയണം? അലിഫ്. അലീഫ് എന്ന് പറയരുത്. അലിഫുൻ. അലിഫുൻ പഠിപ്പിക്കരുത്. പിന്നെ എങ്ങനെ തന്നെ പറയണം നമ്മള്? അലിഫ്. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ രണ്ടാമത്തെ സൂറത്ത് ഏതാണ്? അലിഫ് ലാം മീം അല്ലേ? അവിടെ അങ്ങനെ ഓതണം, അലിഫ് ലാം മീം. കണ്ടോ? അപ്പൊ തുടങ്ങിയ എങ്ങനാ? അലിഫ്. അപ്പൊ മദ്ദില്ലാത്ത അക്ഷരം ഏതാണ് അറബിയില്? അറബി 28 അക്ഷരം ഉണ്ടല്ലോ, അതിൽ ഒരക്ഷരത്തിന് മാത്രമേ ഉള്ളൂ നീട്ടില്ലാത്തത്. അത് ഏതാണ്? അലിഫാണ്. അപ്പം മദ്ദില്ലാത്ത അക്ഷരമാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ പഠിച്ചു, അല്ലാഹു തആല പറഞ്ഞ പേര് വിളിച്ചു പറഞ്ഞ എത്ര അക്ഷരം ഉണ്ടെന്നാ പറഞ്ഞത്? 14 അക്ഷരത്തിൽ ഒരക്ഷരം ഏതാണ്? മദ്ദില്ലാത്ത ഒരക്ഷരം അല്ലെ? നമുക്ക് ചെറിയ മദ്ദുള്ള അക്ഷരങ്ങളുണ്ട്. എന്താണ്? ചെറിയ മദ്. ചെറിയ മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ലിയായ മദ് എന്ന് പറയും. എന്താ പറയാ? അസ്ലിയായ മദ്. തോനെ നീട്ടാനോ നീട്ടാതിരിക്കാനോ സാധിക്കാത്ത. അത് നമ്മൾ പറയുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ പറഞ്ഞു തന്നു, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തരിക. അസ്ലിയായ മദ് എന്ന് പറയുന്നതാണ് ചെറിയ മദ്. ചെറിയ മദ്ദിന് ഉദാഹരണം എന്താണ്? മലയാളത്തിൽ നമ്മൾ ചില പദങ്ങൾ പറഞ്ഞു നോക്കണം. ഇത് ഉദാഹരണം പറയാൻ പറ്റും. ഇതാണ്ടാ? മൂക്ക്. മൂക്കിനെ ഒന്ന് നീട്ടി നോക്കെ. മൂക്ക് എന്ന് പറയത്തില്ല. എന്നാല മുക്കെന്ന് പറയോ? ഇല്ല, മൂക്ക്. അല്ല, മീഡിയം മതല്ലയോ? ഇതെന്താണ്? നാക്ക്. നാക്കിനെ ഒത്തിരി നീട്ടി എന്താകും? നാക്ക് എന്ന് പറയേണ്ടി വരും. ഒട്ടും നീക്കാതെ പറയുന്നത് നക്കെന്ന് പറയും. ഇതെന്താണ്?
താടി. താടി ഒത്തിരി നീട്ടി നോക്കെ. താടി അങ്ങനെ നീട്ടുവോ? ഇല്ല. തടി എന്ന് പറയുവോ? ഇല്ല. താടി എന്നതുപോലെ അത് അസ്ലിയായ മദ്ദാണ്. എന്ത് മദ്ദാ? അപ്പൊ അസ്ലിയായ മദ്ദിൽ ഒന്നാമത്തെ എന്താണ്? ഈ അക്ഷരമാണ്. ഇതെന്താണ്? ഹ. ഇത് ഉച്ചരിക്കേണ്ട എങ്ങനെ അയക്കണം? ഇങ്ങനെ അയക്കണം. ഹ. ഒരലിഫ് ഉണ്ടാ, ഒരലിഫിന്റെ മദ്. ഹ. ഹ. എന്താണ്? ഹ. ചെറിയ മദ്. ഹ എന്ന് വലിയ മദ്ദാക്കാൻ പറ്റോ? ഇല്ല. അടുത്ത എന്താണ്? യാ. ഇതെന്താണ്? യാ. അടുത്തത് അപ്പൊ എങ്ങനെ വരും? അടുത്തത് ഹ. ഹ. അടുത്തത് റാ. റാ. അപ്പൊ എത്ര അക്ഷരം വന്നു? ഹ, യാ, ത്വാ, ഹ, റാ. ഇത് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമുക്കൊരു പദം പറയുന്നത് എങ്ങനെയാണ്? താട്. ഇതിനകത്ത് ചെറിയ മദ്ദുള്ള അക്ഷരങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി എന്താണ്? ഹയ്യുൻ തഹറ. ഹയ്യുൻ തഹറ. ഇതിനകത്ത് എല്ലാ അക്ഷരവും വന്നു നോക്കെ. ഈ പറയുന്ന അക്ഷരം എല്ലാം വന്നില്ലേ? ഹയ്യുൻ തഹറ എന്ന് പറയുന്ന വാക്കിൽ എല്ലാ അക്ഷരവും ഉണ്ട്. ഏതെന്നുള്ള അക്ഷരങ്ങളാ? അല്ലാഹു തആല വിളിച്ച 14 അക്ഷരങ്ങളിൽ 5 അക്ഷരങ്ങളൊക്കെ എന്താണ്? ചെറിയ മദ്ദാണ്. എങ്ങനെ ഓതാൻ പാടില്ല? അപ്പോൾ ഈ ഉദാഹരണം നമുക്കറിയാം. യാസീൻ ഓതുമ്പോഴേ യായും ഉണ്ട് സീനും ഉണ്ട്. അപ്പൊ അങ്ങനെ ഓതും. യാ കുറച്ച് കിട്ടും, സീൻ എന്ത് ചെയ്യും? തോനെ കിട്ടും. അപ്പൊ യാസീൻ, യാസീൻ അല്ലാതെ യാസീൻ എന്ന് ഓതുവോ? ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ? ചെറിയ മദ്ദാണ് യാസീനകത്തുള്ളതെന്ന് അല്ലേ? അപ്പൊ അലിഫ്ലാമീം ഓതുമ്പോൾ നമുക്ക് അടുത്ത മദ് പഠിക്കുമ്പോൾ നോക്കാവും. ഓവർ മദ്ദ, വലിയ മദ്ദ. ചെറിയ മദ്ദിനകത്ത് നിൽക്കത്തില്ല. ഇനി അടുത്ത അക്ഷരങ്ങൾ അതിനാ പോകുന്നത്. 14 അക്ഷരങ്ങൾ. ഇപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? അള്ളാഹ് വിളിച്ച എത്ര അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞ്? അള്ളാഹു പേര് വിളിച്ച 14. അപ്പൊ എത്ര നമ്മൾ പഠിച്ചു? 6 പഠിച്ചു. ആദ്യം 1 പഠിച്ചു, ഇപ്പൊ 5 പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് വലിയ മദ് പഠിക്കാം.